ആയിഷേ എന്നാ പരിപാടി? അടുത്ത മീനെ പിടിക്കാനുള്ള പരിപാടിയാണ്. എന്ത് പരിപാടി? അടുത്ത മീനെ പിടിക്കാനുള്ള പരിപാടി. ഇപ്പം ഇതന്നെ പൊട്ടിച്ചോല പുതിയ വല കയറ്റാൻ ആണോ പരിപാടിയിലാണ്. ഏ നമ്മളൊരു പാർട്ടി കണ്ടോ, അവനെ ഹെൽപ്പ് ചെയ്യണം നമ്മൾ. ആണോ? പുതിയ വല റെഡിയാക്കി. മീനുണ്ടോ? കിട്ടുന്നുണ്ടോ? മീൻ കിട്ടുന്നുണ്ട്. ഉണ്ടോ? മീൻ നല്ല ഫ്രഷ് സൂപ്പർ. വിൽക്കുന്നുണ്ടോ? വിൽക്കുന്നുണ്ട്. ഉണ്ടോ? ഇവിടെ വന്നാൽ മതി. മീൻ വേണം അല്ലേ? ചെറുമീൻ ഇവിടെ വന്നാൽ മതി. ഉണ്ടോ? കാരി ഊരി എല്ലാം ഉണ്ടോ? ചെറുമീൻ ഊരാമീൻ എല്ലാം മീനുണ്ട്. നിങ്ങളാണോ വള്ളം? വെള്ളം ഇറക്കമാണല്ലോ. ഇന്നൊന്നും കിട്ടിയില്ലേ? കിട്ടി. എല്ലാം കൊടുത്തോ? 12,000 രൂപ കിട്ടുമോ? 4,000. ഓ അത് ശരി. ദൂരമുള്ളവർ വരുന്നുണ്ടോ? ഉണ്ടല്ലേ? ആ ഹാ ഹാ ഹാ. വെള്ളക്കുറവായതുകൊണ്ട് വല പോയി. ആ ഹാ ഹാ ഹാ. പുതിയ വല ഇതിനകത്ത് കയറ്റാൻ വേണ്ടി. ആണോ? പുതിയ വല കയറ്റുക. ഓ ശരി. ഓക്കെ. അത് കാരണം അതിൻ്റെ പണിയിലാണ്. 3 വർഷമായ വലയല്ലേ? ആണോ? കിട്ടിയായിരുന്നോ? മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മീനല്ലേ കിട്ടിയ. ഇഷ്ടം പോലെ മീൻ കിട്ടും. ചൂണ്ടിടുന്നുണ്ടോ ഇവിടെ? ചൂണ്ടയില്ല, വലയ്ക്കകത്ത് തന്നെ മീനുണ്ട്. ഉള്ള പരിപാടിയുള്ളൂ. വല പരിപാടിയുള്ളൂ. ഇഷ്ടം പോലെ മീൻ കിട്ടും. മീനെന്ന് പറഞ്ഞാൽ മുറ്റി കിടക്കുന്ന മീനാണ് ഇതിനകത്ത് കിടക്കും. ചേട്ടൻ പിന്നെ പാട്ട് പാടുന്ന ആളല്ലേ? പാട്ടൊക്കെ പാടുന്ന ആളല്ലേ? പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ 2 ലൈൻ പാടിക്കട്ടെ. ഒരു പാട്ട്. ഏതൊരു പഴയ പാട്ട് 2 ലൈൻ പാടി കേട്ടോ, കേൾക്കാൻ വേണ്ടി. നിങ്ങൾ പാടുന്ന അറിഞ്ഞല്ലേ? പാടി കേട്ടോ. പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ 2 ലൈൻ പാടിയാ വന്നു. പാടി. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗൽഗതമാ മനസ്സിലണി ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. അങ്ങോട്ട് പാട് കേട്ടോ. വേറെ 2 ലൈൻ പാടി കേൾക്കാൻ നല്ല സുഖമുണ്ട്. പിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനേ കഴിയൂ. പിരിഞ്ഞു മാറിലെ ആദ്യമകം ഒരു ഹൃദയം കൂന്തലായിരുന്നൊരു ഹൃദയം. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെ. ഓ താങ്ക് യു കേട്ടോ. അടിപൊളി കേട്ടോ. സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ പരിപാടി ഉണ്ടോ? ഇപ്പോൾ പാടാൻ പോകുന്നുണ്ടോ? പ്രോഗ്രാം പാടാൻ പോകുന്ന നമ്മളടുത്ത് ഒരു സ്റ്റേജ് ഉണ്ട്, അവിടെ പോയി നമ്മൾ പാടും. 50 രൂപ കൊടുക്കണം. ആ ശരി. ആണോ? 50 രൂപ കൊടുത്താലേ പാടാൻ പറ്റുള്ളൂ? 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വരവൊക്കെ കിട്ടും. നമുക്ക് പാട്ട് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ്. ആ ശരി. നമ്മുടെ തപസ്യ എന്ന് പറഞ്ഞ മുത്തെന്ന് പറയുന്ന ഒരാൾ. അങ്ങനെ നമ്മൾ
ഒന്നും പറയേണ്ട കാര്യമില്ല, നമ്മളെ തേടി പിടിച്ച് ഇങ്ങോട്ട് വരും. അത് ശരിയാ. അങ്ങനത്തെ ഒരു വ്യക്തി. ഇത് കല്യാണ പരിപാടി ഉണ്ടോ? അതൊക്കെ പരിപാടി നമ്മളെ വിളിച്ചാൽ പോവും. വിളിച്ചാൽ പോയി കഴിഞ്ഞാൽ പാട്ടൊക്കെ പാടും. ഓക്കെ. ഇപ്പം മീൻപിടുത്തം, പാട്ട് അല്ലേ? ചേട്ടൻ ബോർഡൊക്കെ എഴുതാൻ പോകുന്നില്ലേ? ഇപ്പം ആർട്ട് വർക്ക് ചെയ്യുന്നില്ലേ? അത് കിട്ടുമ്പോൾ അതുകൊണ്ട് അതല്ലേ, ഇപ്പം വലിയ ഹോപ്പൊന്നും ഇല്ലല്ലോ. ആ. എല്ലാവരും വലിയ ഫ്ലെക്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ നമുക്ക് വലിയ ഫ്ലോപ്പൊന്നും ഇല്ല. പിന്നെ കിട്ടുന്നതിന് നമ്മൾ പോകാമെന്നുള്ളത്. അത് ശരി. പിന്നെ പാട്ടൊക്കെ പാടാൻ പോകും. അതുപോലെ പരിപാടികളൊക്കെ. ഗാനമുള്ളക്കാരെ വിളിക്കുന്നുണ്ടോ? ചെറിയ ചെറിയ പരിപാടികളൊക്കെ വിളിക്കും. ഉണ്ടല്ലേ. അല്ലാതെ വലിയ വലിയ പരിപാടിയൊന്നും ഇല്ല. ഓക്കെ, സന്തോഷം കാണാൻ പറ്റും. നിങ്ങൾ മീൻ പിടിക്കാനുണ്ടോ കയറി? അപ്പോൾ ചേട്ടൻ പാട്ട് പാടുന്ന അറിഞ്ഞോട്ടെ. പിന്നെ ചേട്ടൻ്റെ 2 പാട്ടുകളൊക്കെ കേൾക്കാം എന്നുള്ള കണക്കൂല്ലേ ഒന്ന്. പാട്ടൊക്കെ നമ്മുടെ ഹൈലൈറ്റ് സാധനമല്ലേ. ഓക്കെ ചേട്ടാ, സന്തോഷം ചേട്ടാ. ഓക്കെ.